ടീച്ചറമ്മ എന്ന് പറയുന്ന KK ശൈലജ തോറ്റത് ഇങ്ങനെ പലതും കേൾക്കാത്തത് കൊണ്ടാണ്. ഇങ്ങനെ പലതും അവർ കേട്ടിട്ടില്ല. ഇപ്പം PR ഏജൻസിന്റെ പിന്നാലെയാണ് കേരള സർക്കാരും മുഖ്യമന്ത്രിയും എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അധികാരത്തിലേറിയപ്പോ പറഞ്ഞത് ഞങ്ങള് ഒരു PR വർക്ക് നടത്തുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ വിവാദം വന്നപ്പോൾ ദി ഹിന്ദു എന്ന് പറഞ്ഞ പത്രത്തില് അവരങ്ങോട്ട് പോയിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് ദേശീയ തലത്തില് PR വർക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദ ഹിന്ദുവില് ഇങ്ങനെ ഒരു ലേഖനം വരുന്നത്. എന്തിന് ഹിന്ദുവിൽ കൊടുത്തു എന്നുള്ള ചോദ്യം BJPയെ പ്രീതിപ്പെടുത്താൻ എന്നുള്ളതാണ് അതിനുള്ള മറുപടി. കേരളത്തിലെ ആളുകൾക്ക് എന്റെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കില്ല എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കി. അങ്ങനെയാണ് അദ്ദേഹം കരുതിയത്. ദി ഹിന്ദുവിൽ മാത്രമല്ല, ഖലീജ് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് പിണറായി വിജയന്റെ ഈ PR കമ്പനി ഇതേപോലെയുള്ള വാർത്തകൾ കൊടുക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇങ്ങനെ ഒരു അവസരത്തിൽ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, നരേന്ദ്രമോദിയെയും അമിത്ഷായും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പിണറായി വിജയൻ നടത്തുന്ന സർക്കസിൽ ഒരു കാര്യമാണ് അവരോട് പറയാനുള്ളത്. കേരളത്തിലുള്ള BJP സംവിധാനത്തില് അതിന്റെ പ്രസിഡന്റായിട്ടുള്ള K. സുരേന്ദ്രനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അവിടേക്ക് പിണറായി വിജയനെ നിങ്ങൾ ഇരുത്തിച്ചാൽ ഈ സംവിധാനം പിണറായി വിജയൻ RSS ചെയ്തു കൊടുക്കുന്ന ഏറ്റവും നല്ല സംവിധാനമായിട്ട് കാണും. ആ രൂപത്തിലാണ് ഇന്ന് ഇവർ കേരളത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ തീരെഴുതി കൊടുക്കുന്നത്. മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുന്നു, കാസർഗോഡ് ജില്ലയെ കുറിച്ച്